ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓവനും ബീറ്ററും ഒന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ പ്രഷർ കുക്കറിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ഞാനിവിടെ ഒരു പാത്രത്തിൽ 2 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാരയാണ് എടുക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ മുട്ടയും പഞ്ചസാരയും എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു അരിപ്പയിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ മൈദ, 1/4 കപ്പ് അളവിൽ കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്ത് നല്ലോണം ഒന്ന് അരിച്ചെടുക്കാം. ഇതിനി അരിച്ചെടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ പാലും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുക്കറിലാണ് കേക്ക് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ബട്ടർ പേപ്പറൊക്കെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊരു താവയുടെ പുറത്താണ് നമ്മൾ കുക്കർ വെച്ച് കൊടുക്കുന്നത്. ലോ ഫ്ലെയിമിലാണ് നമ്മൾ കേക്ക് സെറ്റാക്കി എടുക്കുന്നത്. നമ്മുടെ ഇവിടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഒരു 40 മിനിറ്റോളം നമുക്ക് കേക്ക് റെഡിയാകാൻ എടുത്ത സമയം നമ്മുടെ കേക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. എല്ലാവരും ഒന്ന് ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് അറിയിക്കണേ.